ഈ ലോകത്ത് നന്മയുടെയും തിന്മയുടെയും രണ്ട് വിഭാഗമേ ഉള്ളൂ. നന്മയുടെ വിഭാഗം നല്ല ഗുണങ്ങളും ബുദ്ധിയും മനസ്സും ഉള്ളതുകൊണ്ട് തന്നെ അത് പ്രതിരോധം തീർക്കുകയോ സംഘടിക്കുകയോ സ്വാഭാവികമായി ചെയ്യാറില്ല. അതുകൊണ്ടു തന്നെ തിന്മയുടെ ശക്തികൾ, പൈശാചിക ശക്തികൾ എപ്പോഴും സംഘടിതമായിരിക്കും. അവർ ദുർബലരായതുകൊണ്ടാണ് സംഘടിക്കുന്നത്. അവർ നന്മയുടെ സമൂഹത്തെയും നന്മയെയും സംഘടിതമായി ആക്രമിക്കുന്നത് കലിയുഗത്തിൽ സ്വാഭാവികമായിരിക്കും. അതുകൊണ്ടു തന്നെ നന്മയുള്ള വ്യക്തികളും സമൂഹവും വളരെയധികം ബുദ്ധിപരമായി, മാനസികമായി, ആത്മീയമായി ഒന്നിച്ച് സംഘടിത ശക്തിയാവേണ്ടത് ഇന്നിൻ്റെ ആവശ്യമാണ്. അല്ലാതെ നമ്മൾ നന്നായിട്ട് മാത്രം കാര്യമില്ല.